വോട്ടർ പട്ടിക ക്രമക്കേടിനും ബീഹാറിലെ തീവ്ര വോട്ടർ പരിഷ്കരണത്തിലും എതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. അതിനു മുന്നേ രാഹുൽ ഗാന്ധിക്ക് വോട്ട് മോഷണ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഭരണഘടനയെ അപമാനിക്കുന്നത് കമ്മീഷനെ വിരട്ടാൻ നോക്കേണ്ട, തങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ലെന്നും കമ്മീഷൻ പറഞ്ഞു. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. ആരോപണം ഭരണഘടനയെ അപമാനിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. മറ്റ് വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഇപ്പോൾ വാർത്താ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗണേഷ് കുമാർ, ഇലക്ഷൻ കമ്മീഷണർ ഡോക്ടർ വിവേക് ജോഷി, സീനിയർ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ മനീഷ് ഗാർഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വാർത്താ സമ്മേളനമാണ് നടക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് വ്യക്തമായൊരു മറുപടി ഇല്ലെങ്കിലും കൃത്യമായൊരു മറുപടി നൽകാൻ ആയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം പൂർണ്ണമായും തള്ളുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇതിനൊരു മറുപടി നൽകിയിരിക്കുന്നത്. അതായത് വോട്ട് ചോരി ആരോപണം എന്നൊക്കെ ഉന്നയിച്ച് പരിഭ്രാന്തി പരത്താനുള്ള ശ്രമമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഒപ്പം തന്നെ വോട്ടർമാരുടെ അനുവാദമില്ലാതെ ഫോട്ടോ കാണിച്ചു എന്നും പറയുന്നു. അതായത് തെളിവുകൾ കൃത്യമായി നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. അതിൽ ഒരു വോട്ടർക്ക് 3 ബൂത്തിൽ ഒക്കെ പോളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ 3 ബൂത്ത് ലിസ്റ്റിൽ ഒക്കെ അദ്ദേഹത്തിന് വോട്ട് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ആ ഒരു ലിസ്റ്റിൽ അത്തരത്തിലൊരു വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ രാഹുൽ ഗാന്ധി കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയതെന്നാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അപ്പോൾ ആ ഒരു വോട്ടർമാരുടെ അനുവാദമില്ലാതെ ഫോട്ടോ കാണിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഒപ്പം തന്നെ ആരോപണങ്ങൾ അതായത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കമ്മീഷൻ ആരെയും ഭയക്കുന്നില്ല എന്നുമാണ് ഈ ഒരു വിഷയത്തിൽ മറുപടിയുമായി കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ കള്ളമായ ആരോപണം, വെറും വ്യാജ ആരോപണങ്ങളാണ്. ഈ ആരോപണം വന്ന ഉടൻ തന്നെ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിലും കാസർഗോഡും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇത്തരത്തിൽ വോട്ടർ ലിസ്റ്റിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ കണ്ടെത്തിയതായി, അല്ലെങ്കിൽ ഒരേ വോട്ടർ നിരവധി ബൂത്തിൽ കണ്ടെത്തിയതായി തൃശ്ശൂരിൽ നിന്നും ഒപ്പം തന്നെ കാസർഗോഡ് നിന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വിവരത്തിൽ അന്വേഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അന്വേഷണം ഉണ്ടാകില്ല. കാരണം ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇരട്ട വോട്ട് എന്നുള്ളത് സ്വാഭാവികമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. താമസം മാറുമ്പോൾ ഇരട്ട വോട്ട് സംഭവിക്കാം എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ട വോട്ട് സ്വാഭാവികമാണെന്നും പറയുന്നു. ഒപ്പം വോട്ട് ചോരി എന്ന ആരോപണം, അതായത് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന പ്രയോഗമാണ് ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചിരുന്നത്. ആ ഒരു വിഷയം അരോചകമാണെന്നും അത് ഒരിക്കലും അനുചിതമാണെന്നും അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദമാണെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവ് ഹാജരാക്കുന്നില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയം കൊണ്ടുവന്നപ്പോൾ, അതായത് വോട്ട് ചോരി എന്നൊരു ആരോപണം കൊണ്ടുവന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇത്രയും തെളിവുണ്ടായിട്ടും എന്തുകൊണ്ടൊരു സത്യവാങ്മൂലം നൽകുന്നില്ല എന്നാണ്. എന്നാൽ തൻ്റെ പരാതി അല്ലെങ്കിൽ തൻ്റെ വെളിപ്പെടുത്തൽ സത്യവാങ്മൂലമായി കണ്ട് ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. അതേ ഒരു വിഷയം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ചോദിക്കുന്നു. ഈ ആരോപണം ഉന്നയിക്കുന്നവർ എന്തുകൊണ്ട് തെളിവ് ഹാജരാക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത്. ഒപ്പം തന്നെ വോട്ട് ചോരി എന്നുള്ള ഈ ഒരു ആരോപണം ഭരണഘടനയ്ക്ക് നേരിലുള്ള വെല്ലുവിളിയാണെന്നും ഭരണഘടനയെ അപമാനിക്കലാണെന്നും ജനാധിപത്യത്തെ അപമാനിക്കലാണെന്നും തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ടർ ഓഫീസർ ശ്രീ ഗണേഷ് കുമാർ പറയുന്നു. അത്തരത്തിലുള്ളൊരു ആരോപണങ്ങൾക്ക് കൃത്യമായൊരു മറുപടി നൽകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വോട്ട് കള്ള എന്ന പേരിൽ, അതായത് വോട്ട് ചോരി എന്ന പേരിൽ കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ്, ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വ്യാജ ആരോപണങ്ങളിൽ ഭയക്കില്ല എന്നും തോക്കു ചൂണ്ടി വിരട്ടാൻ നോക്കണ്ട എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതായത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു വളരെ
വളരെ വലിയൊരു മറുപടിയാണ് കമ്മീഷൻ നൽകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയക്കാൻ ഒരാളും നോക്കേണ്ട ആവശ്യമില്ല, തോക്കു ചൂണ്ടി വിരട്ടലൊന്നും തങ്ങൾക്ക് വില പോവില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പക്ഷമില്ല എന്നുള്ള കാര്യം പറയുന്നു. അതായത് ഓരോ പക്ഷമായിട്ടൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നില്ല, എല്ലാം സുതാര്യമാണ് എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് കൃത്യമായൊരു മറുപടി നൽകുന്നില്ല എങ്കിലും കൃത്യമായൊരു മറുപടി ഇല്ലെങ്കിലും, അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി ഇല്ലെങ്കിലും ഒരങ്ങ് പറഞ്ഞു പോകുക എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഭയപ്പെടുത്താൻ നോക്കണ്ട എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട, തങ്ങൾ അതിന് വഴങ്ങുന്നവരല്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ SIR-ലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊരു മറുപടിയും കൂടി നൽകുന്നുണ്ട്. അതായത് ബീഹാറിലാണ് ആദ്യമായി SIR നടത്തുന്നത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ നാമം എന്ന് പറയുന്നത്. അതായത് വോട്ടർ പട്ടിക ക്രമീകരണം എന്ന് പറയുന്നു. 65 ലക്ഷം ഈ ഒരു കഴിഞ്ഞ സമയത്ത് ഈ ബീഹാറിൽ SIR നടത്തിയപ്പോൾ 65 ലക്ഷം വോട്ടർമാർ പുറത്താക്കപ്പെട്ടിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഈ അവിടുത്തെ വോട്ടർമാർ ഈ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 65 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയ ഏത് സാഹചര്യത്തിലാണ് ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം, ഒപ്പം തന്നെ ബ്ലോക്ക് തലങ്ങളിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ആ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകാനുള്ള അവസരം ഈ അടുത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ഒരു വിഷയത്തിൽ മറുപടി നൽകേണ്ടി വരും. എന്നാൽ ഈ ഒരു SIR-ന്റെ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊരു കാര്യം കൃത്യമായൊരു മറുപടി പറയുന്നുണ്ട്. അതായത് SIR എന്ന് പറയുന്നത് വോട്ടർ പട്ടിക സുതാര്യമാകുക എന്നുള്ളൊരു കാര്യമാണ്. വോട്ടർ പട്ടികയിൽ ക്രമീകരണമാണ്, വോട്ടർ പട്ടികയിൽ ശുദ്ധീകരണം നടത്തുകയാണ്. അതായത് ഇരട്ട വോട്ടുകളുടെ അത് ഒഴിവാക്കുക, അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള രീതിയിലാണ് SIR നടപ്പാക്കുന്നത്. ബീഹാറിൽ 2003-ലും SIR നടപ്പാക്കിയെന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. BLO-മാരുടെ സഹായത്തോടെയാണ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. അതായത് SIR-ന്റെ അന്തിമ വോട്ടർ പട്ടിക വിടുന്നതിന് മുമ്പ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് BLO-മാരുടെ സഹായത്തോടെയാണെന്നും വോട്ടർ പട്ടികയിൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അടുത്ത മാസം 1 വരെ സമർപ്പിക്കാമെന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അതായത് ഇപ്പോൾ ഈ SIR നടത്തിയ വോട്ടർ പട്ടിക പുറത്തുവിടും. ആ പുറത്തുവിടുന്നതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ സെപ്റ്റംബർ 1 വരെ അത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള സമയമുണ്ട്. ഒപ്പം തന്നെ ഈ ഒഴിവാക്കപ്പെട്ടവർ ഉണ്ടെങ്കിൽ പരാതി നൽകാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഇനി 15 ദിവസം സമയമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതായത് ഈ SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ 15 ദിവസം സമയമുണ്ട്. സെപ്റ്റംബർ 1 വരെ സമയമുണ്ട്. അതിനുള്ളിൽ ഇത്തരം പരാതികളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഒപ്പം തന്നെ ഈ ബംഗാളിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ SIR ഉണ്ടാകുമെന്നും അതിന് ഉചിതമായ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വോട്ട് അധികാർ യാത്ര ബീഹാറിൽ തുടരുകയാണ്. ഇന്ന് ഉച്ചയോടെയാണ് ഈ വോട്ട് അധികാർ യാത്ര നടന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ മറുപടി നൽകിയത്. ഒപ്പം തന്നെ ഈ വോട്ട് അധികാർ യാത്രയിൽ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ രാജാവ് വോട്ട് കട്ടു എന്നൊക്കെ രീതിയിലുള്ള, അതായത് വോട്ട് ചോരി എന്ന പ്രയോഗം ഉന്നയിക്കുക തന്നെയാണ്. അതിൽ നിന്നും ഒട്ടും പിന്മാറാതെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. അതിന് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ വോട്ട് ചോരി വിഷയത്തിൽ വോട്ട് ചോരി എന്ന പ്രയോഗം തന്നെ അപമാനമാണ്, അല്ലെങ്കിൽ അനുചിതമാണ്. ഒപ്പം തന്നെ ഈ വോട്ട് ചോരി ആരോപണം എന്നുള്ളത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, ഭരണഘടനയോടുള്ള പരിഹാസമാണ്. ഒപ്പം തന്നെ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഫൈസൽ അസീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.